സംരംഭം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും പറ്റിയ സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇപ്പോഴാണ് ഏറ്റവും പറ്റിയ സമയം. അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾക്ക് 55 വയസ്സായി അല്ലെങ്കിൽ 60 വയസ്സായി. അപ്പം മറ്റുള്ളവരെ എന്ത് പറയും? കാരണം 55 വയസ്സായി, ഇനി എന്നെ ആരും കുറ്റപ്പെടുത്താൻ പാടില്ല, അല്ലെങ്കിൽ എനിക്കിനി തോൽവിയൊന്നും ഏൽക്കാനുള്ള ശേഷിയില്ല എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ല. 5-6 വർഷം മുമ്പ് ഞാൻ ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തപ്പം അത് നിർത്തേണ്ടി വരുമോ, അത് തോൽവിയാകുമോ, അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ഒരു മഹാസംഭവമായിട്ടൊന്നുമല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും ഇതിനാവശ്യമില്ല. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിലുള്ള ചെടികൾ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ സെയിൽ പോസ്റ്റായിട്ട് കൊടുക്കുകയും പിന്നീട് വാങ്ങിയ ആൾക്കാരെയൊക്കെ ചേർത്തിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തുകൊണ്ട് അതിലേക്ക് സെയിൽ പോസ്റ്റുകൾ, അത് പല നഴ്സറികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സെയിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടാണ് നമ്മളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട്. അപ്പം മെയിൻലി ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് പല വീഡിയോസിലും നമ്മളുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ചെയ്യുന്നത് നമ്മുടെ നിയർ ബൈ നഴ്സറി ഹെവൻലി ഗാർഡൻ സപ്ലൈ ചെയ്യാനാണ്. അപ്പം വീട്ടിലുള്ള ചെടികൾ മാത്രം അയച്ചു തുടങ്ങിയത് പിന്നീട് നമ്മൾ നേരിട്ട് നഴ്സറീസിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജിഫി ബാഗ്സ് ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച സാധനങ്ങൾ ജിഫി ബാഗ്സും ഇതേ ബിസിനസ് ഇതുപോലെ ഒരു ചെറിയ രീതിയിൽ ചെടികൾ വളർത്തിയെടുത്ത് വിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജിഫി ബാഗ്സിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തു. സ്ക്രീനിൽ കാണിക്കുന്ന ജിഫി ബാഗ് 0.3 mm സൈസിലുള്ളതിന് 4 രൂപ പെർ മണ്ണ്, അത് 50 എണ്ണം മിനിമം വാങ്ങണം. അതുപോലെ തന്നെ സീഡ്ലിങ്സ്, ഇപ്പം ഈ സ്ക്രീനിൽ കാണുന്ന സീഡ്ലിങ്സ് മാത്രം സെൽ ചെയ്യുന്ന നഴ്സറികളിൽ നിന്ന് മണ്ണുത്തിയിലെ ശീതകാല പച്ചക്കറി തൈകൾ തുടങ്ങി പച്ചമുളക് അതുപോലെയുള്ള എല്ലാ പച്ചക്കറി തൈകളും, അതോടൊപ്പം തന്നെ പൂച്ചെടികളുടെ ലീഫ് ഗാർഡനിങ് ചെയ്തെടുത്ത തൈകളും നമ്മൾ അയക്കാൻ തുടങ്ങി. ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പൂച്ചെടികളുടെ വിത്തുകളാണ്. അതുപോലെ തന്നെ പച്ചക്കറി തൈകളുടെ വിത്തുകളും നമ്മൾ അയക്കുന്നുണ്ട്. ഗ്രോ ബാഗ്സ് 18 എണ്ണം 290 പ്ലസ് കൊറിയർ ചാർജ്. പിന്നെ NPK DAP ഇതും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഏകദേശം നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ വീട്ടിലുള്ള ചെടികൾ മാത്രം വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ. പക്ഷെ സ്ലോലി നമ്മൾ ഓരോ നഴ്സറീസിനെയും സമീപിച്ചു. അവിടെ നിന്ന് ചിലപ്പോൾ നമ്മൾ പിക്കുകൾ നേരിട്ട് പോയി എടുത്തു, അതിൻ്റെ പ്രൈസ് അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ചില നഴ്സറികൾ അവർ തന്നെ കൊറിയർ ചെയ്യാമെന്ന് ഉള്ള ഒരു സമ്മതം കിട്ടി നമുക്ക്. അപ്പോൾ നമ്മൾ നേരിട്ട് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് പാക്ക് ചെയ്യുന്നത് ഒഴിവായി കിട്ടി. അവരെ കൊണ്ട് തന്നെ നമ്മൾ പ്ലാന്റ്സ് സെൻഡ് ചെയ്യിക്കാൻ തുടങ്ങി. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ പോയി എടുത്ത പിക്കുകൾ ഷെയർ ചെയ്യായിരുന്നു ചെയ്തത്. അതിൻ്റെ പ്രൈസും അതിൽ ചെറിയൊരു ലാഭവും നമ്മൾ, പക്ഷെ നമുക്ക് അത് പാക്ക് ചെയ്യുന്ന ജോലിയോ കൊറിയർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഓക്കെ ആയിരുന്നു. പിന്നീട് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ 60ാമത്തെ വയസ്സിലാണ് ഞാൻ ചെയ്തത്. ഇതാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ സക്സസ് സ്റ്റോറി. നിങ്ങൾക്കും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, അതിൽ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും, അതിൽ സെയിൽ പോസ്റ്റും മറ്റും കാണാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.